ഹലോ. അപ്പോൾ ഈ പുതിയ ഫാമിലിയിലെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് തിരുവോണ ദിനത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു കുഞ്ഞു സദ്യനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്നിച്ച് ഇതുപോലെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ വിഭവങ്ങളായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് പപ്പായ അച്ചാറാണ്. നമുക്ക് ചെറുതുനിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ക്രഷ് ചെയ്തിട്ട് പിന്നെ ചെയ്തതുപോലെ ഉലുവയും കടുകും കായൊക്കെ വറുത്ത് പൊടിച്ചിട്ടാണ് പിന്നെ ചെയ്യുക. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിക്കുക. പിന്നെ കരിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച ആ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമ്മളുടെ പപ്പായ അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇളക്കണേ. ശേഷം തീ ഓഫാക്കിയിട്ട് വേണം നമ്മൾ സുർക്കയും ഉപ്പും പിന്നെ അതിലേക്ക് ശർക്കര ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളെ പപ്പായ അച്ചാർ റെഡി കേട്ടോ. നമുക്കിത് ഇപ്പം തന്നെ ഉപയോഗിക്കാം. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കിയത് ഇഞ്ചിപ്പുളി കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇതുപോലെ ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഇതുപോലെ ചെറുതാക്കാം. ഇഞ്ചി കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കത് അരച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഉണക്കമുളകാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കരിവേപ്പില ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് പച്ചമുളകാണ്. ഞാനൊരു 7 പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. പച്ചമുളക് ഇനിയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മൾ എരിവിനായിട്ട് അധികം ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ ഇഞ്ചി ഇട്ടതിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇഞ്ചി മൊരിയിച്ചെടുക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഓരോരുത്തരും ഓരോ മോഡലിലാട്ടോ ഉണ്ടാക്കൽ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന മോഡലാട്ടോ, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എടുക്കാൻ കിട്ടിയില്ല. ഞാൻ ഓണാക്കിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ വീഡിയോ ഓണായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കറുത്ത പുളിയില്ലേ അതിൻ്റെ വെള്ളമാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കറുത്ത നിറത്തിലുള്ള പുളിഞ്ചി കിട്ടും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ 2 ശർക്കര അച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളയ്ക്കാൻ വിട്ടു കൊടുക്കും. കാരണം ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരണ്ടേ. അപ്പോൾ നമ്മളുടെ ഈ ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്ന് നമ്മുടെ അടിപൊളി ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് സാമ്പാറായിട്ട് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ ഉമ്മാൻ്റെ വകയാണ്. അപ്പോൾ പരിപ്പും കായും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കായ ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അത് പാകത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ പച്ചക്കറികൾ ഉരുളക്കിഴങ്ങുണ്ട്, വഴുതനുണ്ട്, പയറുണ്ട്, പിന്നെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ചതുര കഷ്ണത്തിലായിട്ട് അരിഞ്ഞ് മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ. ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പാത്രമാണ്. കുറച്ചധികം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ എന്താ വെച്ചാൽ കഷ്ണങ്ങളൊക്കെ വേഗം അലിഞ്ഞു പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് സാമ്പാർക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കായല്ലേ അത് ചെറിയൊരു കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഉലുവ ഇട്ട് കൊടുത്ത് നമ്മുടെ തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നടുവിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്
നമ്മളുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് എത്ര നമ്മൾ എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അതിൻ്റെ ആ എണ്ണയെ കടന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴേക്കത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ആ സാമ്പാറിൽ ഇങ്ങനെ ഹാഫ് വേവിൽ കിടക്കുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ എപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ തിന്നുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ തക്കാളി അധികം വേവുന്നില്ല. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് ഇതുപോലെ വെണ്ടയ്ക്കയും വലിയുള്ളിയും ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ സാമ്പാർക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇനി അടുപ്പത്തേക്ക് തന്നെ വെക്കണം. നമ്മുടെ ആ ഒരു ചൂട് കടന്നിട്ട് തന്നെ തക്കാളി വേവും. അപ്പോൾ അതൊക്കെ തിളച്ച ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സാമ്പാർ അതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യക്കൊക്കെ ആകുമ്പോൾ കുറച്ച് നമ്മുടെ ലൂസായിട്ടുള്ള ഒരു സാമ്പാറാട്ട രസം കുറച്ചിങ്ങനെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടി. അപ്പോൾ അതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ അതിലേക്ക് കടുകും ഉണക്കമുളകും കരിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് വറുത്തതാ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഉമ്മാൻ്റെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് അവിയൽ ഉണ്ടാക്കി വെക്കാം. അവിയലിന് ഇതാ ഞാൻ ആദ്യം തന്നെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചേന ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കഴുകി വെച്ച ചേന ഇതിലേക്കൊന്ന് ഇട്ട് പരത്തി കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടണം. വേവാത്ത സാധനം ആയതുകൊണ്ട് ആദ്യം നമ്മൾ ചേന ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചേനൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഇതാ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറികൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ചേന അടിയിൽ വെള്ളം വറ്റി കിടക്കില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇളക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് ആ ആവി മുകളിൽ എത്തുന്ന വരെ നമ്മളൊന്ന് കാത്തിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടത് ആവി ഇതേപോലെ ആവി വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ഒഴിച്ചെടുക്കാൻ. ഇതിൽ എത്ര അളവിനനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് ആ തൈര് കിടന്ന് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഒരു 13 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കണം. ജീരകം ചേർക്കരുത് കേട്ടോ. ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർക്കലില്ല. അപ്പോൾ നമ്മുടെ ആ തൈര് കിടന്നുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അത് ഇതിൻ്റെ മുകളിൽ ഒന്നൊന്ന് പടർത്തി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് മൂടി വെക്കണം. ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി താഴത്തേക്ക് ഇറങ്ങണം. അപ്പോഴേക്കും തേങ്ങൻ്റെ മുകളിലേക്ക് ആ ഒരു ആവിക്ക് വന്ന് തുടങ്ങും. ശേഷം ഇതാ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ അതുപോലെ നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്ത് നമ്മളുടെ അവിയൽ റെഡി ആയിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു അവിയലാണ്. നമ്മളിങ്ങനെ കഷ്ണമായാലും ഇതൊന്നും വേറിട്ട് നിൽക്കാതെ നല്ല ടേസ്റ്റുള്ളൊരു അവിയലാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പ് നമുക്കിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെള്ളരിക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചതച്ച ശേഷം വേണം കടുക് ഇട്ടുകൊണ്ട് തൈരും ഇട്ട് ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതാ വെള്ളരിക്കൊക്കെ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് ഞാനിത് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇത്ര പെട്ടെന്ന് റെഡി ആയിട്ടോ. ഇതിലേക്ക് ഞാൻ കടുകും ഉണക്കമുളകും കരിവേപ്പില ഇട്ടൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കുമ്പളങ്ങൻ്റെ ഓലനാണ്. അതും നമുക്ക് ആദ്യം മമ്പയറൊന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കി ചതുരത്തിലരിഞ്ഞ നമ്മളുടെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി കുമ്പളങ്ങ വേവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടി ഒരു 4-5 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ എരിവിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുമ്പളനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് കറി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി തിളയ്ക്കാൻ പാടില്ല.
അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്നാൽ കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. അങ്ങനെ കുമ്പളങ്ങ ഓലനും റെഡി ആയിട്ടോ. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ഉപ്പേരിയാണ്. പിന്നെ ക്യാബേജ് ഉപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, എന്നാലും ഞാൻ പറയാണ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും കരിവേപ്പില ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജില്ലേ അത് ഇട്ട് കൊടുത്ത് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5 സെക്കൻഡ് മൂടി വെച്ചാൽ മതി കേട്ടോ. ക്യാബേജ് അധികം മൂടി വെച്ച് വേവിക്കാൻ പാടില്ല, പിന്നെ തുറന്ന് വെച്ച് വേണം വേവിക്കാൻ. പിന്നെ തേങ്ങയിൽ ഞാൻ ചെറുള്ളിയും പച്ചമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ട് ചതച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡി ചെയ്യും. നെക്സ്റ്റ് നമ്മളുടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിതാ ഞാൻ 2 ബീട്രൂട്ട് എടുത്ത് വേവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട തേങ്ങയും പച്ചമുളകും, പിന്നെ ഇതിൽ കടുക് അരക്കും. ആദ്യം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വേണം കടുക് ചേർക്കാം. ഫസ്റ്റിനെ കടുക് ഇട്ട് അരച്ചെടുത്താൽ കടുക് കയ്പ്പ് വരും. അപ്പോൾ അതാ ഞാനത് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുത്ത് ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച അരപ്പില്ലേ, തൈരും പച്ചമുളകും കടുകും തേങ്ങയും കൂടി അരച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് കടുകും കരിവേപ്പിലും ഉണക്കമുളകും ഇട്ടുകൊണ്ട് വറവിട്ടെടുത്താൽ അങ്ങനെ നമ്മളുടെ ബീട്രൂട്ട് പച്ചടി അങ്ങനെ റെഡിയായി കിട്ടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എന്താ ബീട്രൂട്ട് പച്ചടി റെഡിയായി. അപ്പോൾ അതും അങ്ങനെ ബീട്രൂട്ട് പച്ചടീൻ്റെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചക്കായും ചേനയും കൂടി ഇതുപോലെ ക്യൂബ്സാക്കി അരിഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് കടലപ്പരിപ്പും പച്ചക്കായും ചേനയും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടുകൊണ്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അധികം വെള്ളം ഒഴിച്ചെടുത്താൽ ഇത് പായസമായി മാറും. അപ്പോൾ ഇത് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ വറക്കാനും അരമുറി തേങ്ങ അരയ്ക്കാനും. അപ്പോൾ ഞാൻ ആദ്യം കടുകും ഉണക്കമുളകും കരിവേപ്പില ഇട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ ഫസ്റ്റത്തെ ഒരു മുറി തേങ്ങ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ക്രിസ്പി രൂപത്തിൽ വറുത്തെടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ ചേനയും അതൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത അരപ്പ് എന്ന് പറയുന്നത് അടുത്ത മുറി തേങ്ങേൻ്റെ അരപ്പിൽ നമ്മൾ കുറച്ച് ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏറ്റവും അവസാനം അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം അധികം വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ കൂട്ട് ഭയങ്കര വെള്ളമാവും. അപ്പോൾ ഇതാ അവസാനം ഞാൻ വറുത്ത് വെച്ചില്ലേ ഒരു തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടും റെഡി ആയിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കൂട്ട്. അപ്പം ഞാൻ അടുത്ത ചെറുപയർ പരിപ്പ് പായസമാണ്. അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കണില്ല. ഇതുപോലെ ആദ്യം ഒന്ന് വറുക്കണം, പിന്നെ വറുക്കാതെ നമ്മൾ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയ സദ്യയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പരിപ്പ് പായസം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം കളറാവട്ടെ.